ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL അപ്ഡേറ്റ്സിൻ്റെ 17ാമത്തെ എപ്പിസോഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുറച്ച് അപ്ഡേറ്റുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്, അത് ഓരോന്നായിക്കൊണ്ട് പരിശോധിക്കാം. ഒന്നാമത്തേത് ഡ്യൂറൻഡ് കപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ നറുക്കെടുപ്പ് ഇന്നലെ പൂർത്തിയായിട്ടുണ്ട്. ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ മത്സരം സ്പോർട്ടിംഗ് ക്ലബ്ബ് ഡൽഹിയും അതുപോലെ തന്നെ FC റെങ്ഡയും തമ്മിലാണ്. ഇനി ഈസ്റ്റ് ബംഗാളും ഇന്ത്യൻ ആർമിയും തമ്മിലാണ് ഏറ്റുമുട്ടുക. അതുപോലെ തന്നെ മോഹൻ ബഗാന്റെ എതിരാളികളായിക്കൊണ്ട് വരുന്നത് ജംഷഡ്പൂർ FC ആണ്. ജംഷഡ്പൂർ FC ഇപ്പോൾ ഡ്യൂറൻഡ് കപ്പിൽ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അവർ ഇനി ISLൽ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. നാലാമത്തെ മത്സരം നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും ഷില്ലോങ് ലജോങ്ങും തമ്മിലാണ്. ഇങ്ങനെയാണ് ക്വാർട്ടർ ഫൈനൽ പോരാട്ടങ്ങൾ നടക്കുക. ഡ്യൂറൻഡ് കപ്പിൽ ആര് മുന്നോട്ട് പോകും എന്നുള്ളതൊക്കെ നമുക്ക് കാത്തിരുന്നു കാണാം. ഇനി രണ്ടാമത്തെ അപ്ഡേറ്റ് അത് ISLന്റെ ബോൾ പാർട്ട്ണറുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ISLന്റെ ഒഫീഷ്യൽ ബോൾ പാർട്ട്ണർമാരായിക്കൊണ്ട് നിവിയ ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. 2 വിദേശ ബ്രാൻഡുകളെ അവർ പിന്തള്ളുകയായിരുന്നു. എല്ലാ ക്ലബ്ബുകൾക്കുമുള്ള മാച്ച് ബോളുകളും റഫറിങ് കിറ്റുകളും ഇവരാണ് സ്പോൺസർ ചെയ്യുന്നത്. ഇനി മൂന്നാമത്തേത് വിൽമർ ജോർദാനുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. നേരത്തെ ചെന്നൈയിൻ FCക്ക് വേണ്ടി കളിച്ചിട്ടുള്ള സ്ട്രൈക്കറാണ് വിൽമർ ജോർദാൻ. ഇദ്ദേഹത്തിന് വേണ്ടി മുംബൈ സിറ്റി ശ്രമിച്ചിരുന്നു. ആ ശ്രമം ഇപ്പോൾ ഫലം കണ്ടിട്ടുണ്ട്. 1 വർഷത്തെ കരാറിൽ അദ്ദേഹം മുംബൈ സിറ്റിയിലേക്ക് എത്തുകയാണ്. കഴിഞ്ഞ സീസണിൽ മലേഷ്യൻ ലീഗിൽ മികച്ച പ്രകടനം പുറത്തെടുക്കാൻ ജോർദന് സാധിച്ചിരുന്നു. നാലാമത്തെ താരം അത് ശുഭം റാവത്താണ്. ഡംബോ ഗോവയ്ക്ക് വേണ്ടി കളിക്കുന്ന മുന്നേറ്റ നിര താരമാണ് ശുഭം റാവത്ത്. അദ്ദേഹത്തെ ചെന്നൈയിൻ FC ഇപ്പോൾ സ്വന്തമാക്കി കഴിഞ്ഞു. വരുന്ന സീസണിലേക്കായി നല്ല ഒരു തയ്യാറെടുപ്പാണ് ഇപ്പോൾ ചെന്നൈയിൻ FC നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പിടി മികച്ച താരങ്ങളെ അവർ കൊണ്ടുവരുന്നുണ്ട്. ഇനി അഞ്ചാമത്തേത് ISLന്റെ മീഡിയ റൈറ്റ്സുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അതായത് മീഡിയ റൈറ്റ്സിൻ്റെ കാര്യത്തിൽ ഒരൊറ്റ ബിഡ് മാത്രമാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ളത്. അത് ഫാൻ കോഡിൻ്റെ ബിഡാണ്. പക്ഷെ വളരെ ചെറിയ ഒരു തുകയാണ് ഫാൻ കോഡ് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ISL ക്ലബ്ബുകൾ മറ്റുള്ള കമ്പനികളുമായി ഇപ്പോഴും ചർച്ചകൾ തുടരുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഇനി ആറാമത്തെ താരം അത് ആരോൺ ഇവാൻസ്. ഈസ്റ്റ് ബംഗാളിൻ്റെ പ്രതിരോധ നിര താരമായ നാച്ചോക്ക് പരിക്കേറ്റിരുന്നു. കുറച്ചു കാലം അദ്ദേഹം പുറത്തിരിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ പുതിയ ഒരു വിദേശ സെന്റർ ബാക്കിന് ഈസ്റ്റ് ബംഗാളിന് ആവശ്യമായി വരികയാണ്. അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു. ഓസ്ട്രേലിയൻ താരമായ ആരോൺ ഇവാൻസിനെ കൊണ്ടുവരാൻ വേണ്ടി അവരിപ്പോൾ ശ്രമിക്കുന്നുണ്ട്. നേരത്തെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് ആരോൺ ഇവാൻസ്. ഇനി ഏഴാമത്തെ അപ്ഡേറ്റ് അത് റോബ്സൺ റോബിഞ്ഞോയുമായി ബന്ധപ്പെട്ടതാണ്. അതായത് ഈ മോഹൻ ബഗാൻ താരത്തിന് വേണ്ടി മുംബൈ സിറ്റി ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷെ അതിപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. മോഹൻ ബഗാൻ ആവശ്യപ്പെടുന്ന ഒരു തുക നൽകാൻ മുംബൈ സിറ്റി ഇപ്പോൾ ഒരുക്കമല്ല. അതുകൊണ്ടാണ് കാര്യങ്ങളിൽ പുരോഗതി ഇല്ലാത്തത്. അനുയോജ്യമായ ഓഫർ വന്നാൽ ഈ താരത്തെ വിൽക്കാൻ മോഹൻ ബഗാൻ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത്രയും അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ കാണാം.